നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കാണാൻ പാടില്ലാത്ത കുറച്ച് ഐറ്റങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ കുറച്ച് എന്തൊക്കെയാണ് നമുക്ക് വീട്ടിലോട്ട് നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്നത്, അതനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ പാടില്ല എന്നതിനെ കുറിച്ചൊരു വീഡിയോ ആയിരുന്നു. ഒത്തിരി ആൾക്കാർ നല്ല നല്ല അഭിപ്രായങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. കുറേ ആൾക്കാർ വിളിച്ച് എൻ്റെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രധാന വാതിലിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാൽ കാണാൻ പാടില്ലാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 ഐറ്റത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യമാണ്. വീടിൻ്റെ മൗത്താണ് പ്രധാന വാതിൽ നിന്ന് പുറത്തോട്ട് നോക്കിയാൽ കാണാൻ പറ്റാത്തതുകൊണ്ട് വീടിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാലും കാണാൻ പാടില്ലാത്ത കുറച്ച് ഐറ്റങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത്. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ് ഷുയി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. വീടിൻ്റെ പ്രധാന വാതിലിൽ നമ്മൾ കയറുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റെപ്പാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു വീട് വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു വാടക വീടെടുക്കുമ്പോഴും ഒക്കെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ വീടിൻ്റെ പ്രധാന വാതിലിനകത്ത് കയറുന്നത്. അതിനകത്ത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതി എന്ന് പറയുമ്പോൾ, നമ്മൾ ആദ്യത്തെ കാല് നമ്മൾ വലത് കാലായിരിക്കും വയ്ക്കുന്നത്, അല്ലേ? രണ്ടാമത്തെ കാല് ഇടത് കാല്, മൂന്നാമത്തത് വലത് കാല്. അപ്പോൾ നോർമലി 2 സ്റ്റെപ്പാണ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ കാല് വെച്ച് വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറാം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ആദ്യത്തെ കാല് വയ്ക്കുമ്പോൾ ലാഭം, നഷ്ടം, ലാഭം, അങ്ങനെയാണ് കയറേണ്ടത്. അല്ലാതെ 3 സ്റ്റെപ്പാണെങ്കിൽ നമ്മൾ നഷ്ടത്തിലോട്ടായിരിക്കും വീട്ടിൽ കയറുന്നത്. 1 സ്റ്റെപ്പാണെങ്കിലും നമ്മൾ നഷ്ടത്തിലോട്ടാണ് വീട്ടിലോട്ട് കയറുന്നത്. അപ്പോൾ അതൊരു ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ നോർമലി നമുക്ക് കടന്നു നോക്കാം. ആദ്യം വലത് കാല് വയ്ക്കുക, രണ്ടാമത് ഇടത് കാല് വയ്ക്കുക. അത് വലത് കാല് ലാഭവും ഇടത് കാല് നഷ്ടത്തിലോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ വീടിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ് എന്ന് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കാം. 2, വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ എപ്പോഴും നല്ലത് 2 പാളിയുള്ള ഡോറാണ് നല്ലത്. ഇപ്പം നോർമലി എല്ലാവരും ഒറ്റ പാളിയുള്ള ഡോറാണ് വെച്ചിട്ടുള്ളത്. അത് പ്രോബ്ലം അല്ല. വാതിൽ തുറക്കുമ്പോൾ ഈ ഏതുണ്ടല്ലോ ഇഞ്ചസിൻ്റെ ഒരു കരച്ചിലുണ്ട്, വിജാവരിയുടെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ഒരു ശബ്ദം കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഓയിലൊക്കെ ഇട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുക. ഇതൊക്കെ നോർമലി ഉള്ള കാര്യങ്ങളാണ്. കാരണം ഇഞ്ചസിൻ്റെ ആ ഒരു ശബ്ദമൊക്കെ നമുക്കൊത്തിരി നെഗറ്റീവ് ഉണ്ടാക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞാൽ വീടിൻ്റെ പ്രധാന വാതിലിൽ നിന്ന് ഉള്ളിലോട്ട് നോക്കുമ്പോൾ കാണാൻ പാടില്ലാത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത്, നേരെ ഫ്രണ്ടിൽ പ്രധാന വാതിൽ എങ്ങോട്ടാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മിക്ക വീടുകളും, അത് നോർമലി ഉള്ള വീടുകളിലൊക്കെ ടോയ്ലറ്റ് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ടോയ്ലറ്റിൻ്റെ ഡോറ് പ്രധാന വാതിൽ നോക്കിയാൽ കാണാത്ത രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹൈലി നെഗറ്റീവ് എഫക്റ്റ് ചെയ്യും. നമുക്ക് സാമ്പത്തികമൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന സച്ചൈതന്യമൊക്കെ അതുവഴി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. സാമ്പത്തിക കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ ഉണ്ടാവും. എല്ലാത്തിനും തടസ്സവും അതേപോലെ തന്നെ അസുഖങ്ങളും കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം അത് അങ്ങനെ എന്തുണ്ടെങ്കിൽ അത് മാറ്റണം. അല്ലെങ്കിൽ ഡോർ വേറെ എങ്കിലും സൈഡിലോട്ട് വയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു കർട്ടൻ ഇട്ടുകൊണ്ട് നമ്മൾ ആ ഡോറിനെ മറയ്ക്കുക. അതാണ് ഏറ്റവും ചെയ്യേണ്ടത്. അതൊക്കെ കണ്ണിൽ കൊള്ളേണ്ടത് പുരിയത്ത് കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. എന്തായാലും അങ്ങനെ റെമഡി ചെയ്യാം. അല്ലാത്ത റെമഡികൾ നമുക്ക് ഒത്തിരി ഉണ്ട്. ഫെങ്ഷനിൽ ഒത്തിരി റെമഡികൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നോർമലി ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രധാന വാതിലിൽ നിന്ന് നോക്കിയാൽ മിറർ, അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന മിറർ കാണാൻ പാടില്ല. അത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ ഉള്ളിലോട്ട് കയറുമ്പോൾ ഒരിക്കലും അതിന് ഓപ്പോസിറ്റ്, പ്രധാന വാതിലിന് ഓപ്പോസിറ്റായിട്ട് ഒരു മിറർ വയ്ക്കാൻ പാടില്ല. കാരണം സച്ചൈതന്യം റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തോട്ട് പോകും. അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ നമ്മളെപ്പോഴും മിറർ നമുക്ക് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. അത് പല ഫെങ്ഷുയിൽ തന്നെ പല കാര്യങ്ങൾക്ക്, ഇപ്പോൾ ചില കോർണറൊക്കെ കട്ട് ആയി കഴിഞ്ഞാൽ അവിടെ മിറർ വെച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നെഗറ്റീവ് എനർജി വരുന്നതിനെ റിഫ്ലക്റ്റ് ചെയ്ത് വിടാൻ വേണ്ടി പക്വമറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. അല്ലാതെ പ്രധാന വാതിൽ നിന്ന് ഉള്ളിലോട്ട് കയറുമ്പോൾ ഒരിക്കലും ഒരു കണ്ണാടി റിഫ്ലക്റ്റ് ചെയ്യരുത്. റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വീട്ടിലോട്ട് വരുന്ന നല്ല ചൈതന്യത്തെ അത് ഡിസ്ചാർജ് ആക്കി കളയും. അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ ഒരു ലാഫിംഗ് ബുദ്ധയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടും. ഓപ്പൺ മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ ലാഫിംഗ് ബുദ്ധകൾ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഒരു ലാഫിംഗ് ബുദ്ധ ഉണ്ടെങ്കിൽ
ആ പ്രധാന വാതിലോട്ട് ഉള്ളിലോട്ട് കയറുമ്പോൾ ലെഫ്റ്റിലോ റൈറ്റിലുള്ള ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ചുകൊണ്ട് പ്രധാന വാതിലോട്ട് നോക്കി വയ്ക്കുക. കാരണം പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് എനർജി അബ്സോർവ് ചെയ്യാനുള്ള കഴിവ് ഈ ലാഫിംഗ് ബുദ്ധയ്ക്കുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് തറയിൽ നിന്ന് 35 ഇഞ്ച് ഹൈറ്റാണ് നമുക്ക് വേണ്ടത്. 35 ഇഞ്ച് എന്ന് പറയുമ്പം ഒരാളുടെ ഐ ലെവൽ നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ സ്ട്രൈറ്റായി കാണത്തക്ക രീതിയിലുള്ള ആ രീതിയിലാണ് ലാഫിംഗ് ബുദ്ധ വയ്ക്കേണ്ടത്. മിനിമം ഒരു 8 ഇഞ്ച് ഹൈറ്റുള്ളെങ്കിലും ലാഫിംഗ് ബുദ്ധ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണമുള്ളൂ. കാരണം ഒരാൾ കയറി വരുമ്പോൾ ആൾക്ക് സ്ട്രൈക്ക് ചെയ്യണം, ഇങ്ങനെ ഒരു സാധനം അവിടെ ഇരിപ്പൊന്ന് കാണണം. അല്ല ലാഫിംഗ് ബുദ്ധ വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമൊന്നും വരത്തില്ല. അതൊരിക്കലും സാമ്പത്തികം നമ്മുടെ വീട്ടിലോട്ട് വരണമെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്താലേ നമുക്ക് സാമ്പത്തികം വരുള്ളൂ. പക്ഷേ ആ സാമ്പത്തികം നമുക്ക് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡിനെ ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഡ്യൂട്ടിയൊക്കെയാണ് ഈ ഫെങ്ഷുയുടെ ടൂളുകൾക്ക് എല്ലാത്തിനും ഉള്ളത്. അതൊക്കെ വയ്ക്കേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ ഫെങ്ഷുയുടെ ടൂളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു എനർജീസ് ആവും. നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് എപ്പോഴും ഉണ്ടാവും. ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്താൽ അത് സക്സസ് ആവും. അതിലാണ് നമ്മൾ ഫെങ്ഷുയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ലാഫിംഗ് ബുദ്ധ കിട്ടുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ പ്രധാന വാതിലോട്ട് നോക്കി വെച്ചോളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. 1 സ്റ്റെപ്പ് നോക്കണം, 2 മിറർ പാടില്ല, 3 ടോയ്ലറ്റിൻ്റെ ഡോർ പാടില്ല. ഇനി ഒന്നും കൂടെ ഉണ്ട്, പ്രധാന വാതിൽ നിന്ന് നേരെ കയറുമ്പോൾ കിച്ചൻ്റെ വാതിൽ കാണാൻ പാടില്ലെന്നുണ്ട്. കിച്ചൻ്റെ വാതിൽ പ്രധാന വാതിൽ കയറുമ്പോൾ വാതിൽ കാണുന്നതിന് പ്രശ്നമല്ല, ആ നിന്ന് പാചകം ചെയ്യുന്ന ആളുടെ ബാക്കിലോട്ടാണ് പ്രധാന വാതിൽ വരണമെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ വീട്ടിൽ നല്ല രീതിയിലുള്ളൊരു ഫുഡ് നമുക്ക് ഒരിക്കലും കിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സ് എപ്പോഴും പ്രധാന വാതിൽ നമ്മളെ പുറകെയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും കയറി വരുമോ, ഈ ഒരു ഉപബോധ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഭക്ഷണം പാചകം ചെയ്യാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യുവാൻ. നിങ്ങളൊരു പുതിയൊരു വാടക വീട് എടുക്കുകയാണെങ്കിലോ വേറെ ഏതെങ്കിലും വീട് എടുക്കണമെങ്കിൽ നല്ലൊരു കൺസൾട്ടൻറ്റിനെ വിളിച്ച് കാണിച്ചതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തലവര തന്നെ മാറ്റാനുള്ള കഴിവ് അതിനകത്തുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാം. വീടിൻ്റെ പ്രധാന വാതിൽ ഉള്ളിലോട്ട് നോക്കുമ്പോൾ കാണാൻ പാടില്ലാത്ത ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള റെമഡികൾ ചെയ്തുകൊണ്ട് ആ ദോഷത്തെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനേക്കാളും ഒത്തിരി ഗുണങ്ങൾ നമുക്കുണ്ടാകും. മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ വളരെ നല്ല റിസൾട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം നമുക്കിപ്പം വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ ഒന്നും വരുത്താതെ തന്നെ ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആ എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്കും നന്ദി. അതിനു മുമ്പ് ഒരു കാര്യം, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, മണി ബട്ടൺ ഇവിടെ പ്രസ് ചെയ്തോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്കും നന്ദി, നമസ്കാരം.